നമസ്കാരം. മലയാളികൾക്കേറെ പ്രിയപ്പെട്ട കുടുംബമാണ് സുരേഷ് ഗോപിയുടേത്. കുടുംബത്തിലെ ഓരോരുത്തരുടെയും വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറാറുണ്ട്. ഇപ്പോൾ കുടുംബം മുഴുവൻ സന്തോഷത്തിലാണ്. ഭാര്യ സുരേഷിന്റെ വിവാഹവും സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് വിജയവുമെല്ലാം ആഘോഷമാക്കിയിരുന്നു. മാത്രമല്ല, ഇവരുടെ എല്ലാം വിശേഷങ്ങൾ വൈറലായി മാറാറുണ്ട്. അച്ഛനെ പോലെ തന്നെ സിനിമയിൽ സജീവമാകാനുള്ള തിരക്കിലാണ് അദ്ദേഹത്തിന്റെ മക്കളായ ഗോകുലും മധുവും. രാധിക സുരേഷും അതുപോലെ തന്നെ സിനിമയിലേക്കുള്ള അരങ്ങേറ്റത്തിലാണ്. സുരേഷ് ഗോപിയും രാധികയും മലയാള സിനിമയുടെ മാതൃകാ ദമ്പതികളായിട്ടാണ് അറിയപ്പെടുന്നത്. രാധികയുടേതും സുരേഷ് ഗോപിയുടേതും പക്ക അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. പ്രായത്തിൽ അല്പം കുറവുള്ള രാധികയുമായി നടന്ന വിവാഹത്തെക്കുറിച്ച് സുരേഷ് ഗോപി പറഞ്ഞിരുന്നു. ഇപ്പോഴിതാ സുരേഷ് ഗോപിയുടെ ഭാര്യയായി വീട്ടമ്മയായി ഒതുങ്ങിയ രാധികാ ദേവി എന്ന പാട്ടുകാരി 25 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സംഗീത രംഗത്തേക്ക് എത്തുകയാണ്. കൂട്ടുകാർക്കൊപ്പമുള്ള വാനമ്പാടി എന്ന ഗ്രൂപ്പും ഭക്തഗാന സുധയും ഒക്കെയായി രാധിക സജീവമാണ്. ഇതിനിടയിൽ ജഗൻ ഷാജി കൈലാസിന്റെ പുതിയ ചിത്രത്തിൽ ഒരു പാട്ടും രാധിക ആലപിച്ചു കഴിഞ്ഞു. 25 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും സംഗീത രംഗത്തേക്ക് എത്തുന്നത്. വാനമ്പാടി ഗ്രൂപ്പ് എന്നാണ് അതിന്റെ പേര്. കൂടുതൽ ഡിവോഷണൽ സോങ്സ് ആണ്. വീട്ടിലും സംഗീതമയമാണ്. ഏട്ടൻ തന്നെയാണ് വീട്ടിൽ അധികവും പാടുന്നത്. പാട്ടുകാരോട് ആണേലും പാട്ടിനോടാണേലും അദ്ദേഹത്തിന് വലിയ ആരാധനയാണ്. എപ്പോഴും പാട്ട് കേൾക്കണം. യാത്രകളിലും പാട്ട് കേട്ടുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ യാത്ര. മക്കൾക്കും പാട്ടൊക്കെ വലിയ ഇഷ്ടമാണ്. ഗോകുലിന് പാട്ട് ഇഷ്ടമാണ്, പക്ഷേ പാടില്ല. മാധവനും ടേസ്റ്റ് ഉണ്ട്, പക്ഷേ പാടില്ല. പെൺകുട്ടികൾ രണ്ടും പാടും. ഭാഗ്യയും ഭാവനയും പാടും. ഭാവനി പക്ഷേ പുറത്തൊന്നും പാടില്ല, മോളുന്നത് കേൾക്കാം. പക്ഷെ ഭാഗ്യയ്ക്ക് വെസ്റ്റേൺ മ്യൂസിക് വലിയ ഇഷ്ടമാണ്. 1-2 പാട്ടുകൾ പാടിയിട്ടുമുണ്ട്. ഞാൻ 5 വയസ്സിലാണ് പാട്ട് പഠിക്കാൻ തുടങ്ങിയത്. സംഗീത കുടുംബം തന്നെയായിരുന്നു. അതിന്റെ ഒരു അംശം എന്നിലേക്ക് വന്നതാണ്. ദൂരദർശനിലൊക്കെയും സജീവമായി തന്നെ ഞാനും എന്റെ ഗ്രൂപ്പും ഉണ്ട്, ആത്മവിശ്വാസത്തോടെ രാധിക പറയുന്നു. ജഗന്റെ സിനിമയിൽ, അതായത് ആനി ഷാജി കൈലാസിന്റെ മകൻ, ഒരു പാട്ട് പാടാമോ എന്ന് ചോദിച്ചു. എനിക്ക് എന്റെ മോനെ പോലെയാണല്ലോ. അപ്പോൾ ഞാനും യെസ് പറഞ്ഞെന്നാണ് രാധികയുടെ പുതിയ വീഡിയോ വൈറലായതോടെ പറയുന്നത്. അതേസമയം തല നിറയെ മുല്ലപ്പൂ ചൂടി നെറുകയിൽ സിന്ദൂരം ചാർത്തി പട്ടുസാരി അണിഞ്ഞെത്തിയ രാധികയുടെ സൗന്ദര്യത്തെക്കുറിച്ചാണ് പലരും പറയാറുള്ളത്. ഈ വേളയിൽ സുരേഷ് ഗോപിയുടെ പഴയൊരു അഭിമുഖവും വൈറലായി മാറുന്നുണ്ട്. മുമ്പ് നടി പാർവതിയുമായി നടത്തിയ അഭിമുഖത്തിന്റെ ഇടയിലാണ് തന്റെ ഭാര്യ സങ്കല്പത്തെക്കുറിച്ച് സുരേഷ് ഗോപി വാചാലനായിരുന്നത്. എണ്ണ തേച്ചു കുളിക്കുന്ന, മേക്കപ്പ് ഇടാത്ത, ലിപ്സ്റ്റിക് യൂസ് ചെയ്യാത്ത, ലൂസ് ടോപ്പും ജീൻസും ഇടാത്ത, വലിയ ഒരു മോഡേൺ ലൈഫും ആഗ്രഹിക്കാത്ത, അതിനോടൊരു ക്രൈസും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു പെൺകുട്ടിയായിരിക്കണം എന്നാണ് എന്റെ ആഗ്രഹം. നേരെ മറിച്ച് സാരിയൊക്കെ ഉടുത്ത് എന്നും എണ്ണ തേച്ചു കുളിച്ച് തുളസിക്കതിറൊക്കെ ചൂടി സ്ത്രീയെപ്പോലെ പതിവ്രതയായ ഒരു പെൺകുട്ടിയായിരിക്കണം എന്റെ ഭാര്യ എന്നാണ് വിവാഹ സങ്കല്പത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് സുരേഷ് ഗോപി നൽകിയ മറുപടി. 54 വയസ്സോളം ഉണ്ട് രാധികയ്ക്ക്. നടി മാലാ പാർവതിയുടെ ഉറ്റ സുഹൃത്തു കൂടിയായ രാധികയ്ക്ക് പക്ഷേ ഡിഗ്രിയുടെ എക്സാം പൂർത്തിയാക്കാൻ സാധിച്ചിരുന്നില്ല. അടുത്തിടയ്ക്ക് ഈ കഥയും രാധിക പറഞ്ഞിരുന്നു. ഡിഗ്രി എക്സാം എഴുതാൻ സാധിച്ചില്ല. വിവാഹം കഴിഞ്ഞ പാടെ ഗർഭിണിയായി. അധികം വൈകാതെ മറ്റു മക്കളും ജനിച്ചു. അങ്ങനെ പഠനം പൂർത്തിയാക്കാൻ സാധിച്ചില്ലെന്നും ഇപ്പോഴും സംഗീത പഠനം തുടരുന്നുണ്ടെന്നുമാണ് രാധിക പറഞ്ഞത്. 1990 ഫെബ്രുവരി 8-നായിരുന്നു രാധികയും സുരേഷ് ഗോപിയും വിവാഹിതരാകുന്നത്. അന്ന് രാധികയുടെ പ്രായം 18 വയസ്സായിരുന്നു. സുരേഷ് ഗോപിയുടെ പ്രായം 31 വയസ്സും. തന്നെക്കാൾ 13 വയസ്സും പ്രായം കുറവുള്ള രാധികയെ വിവാഹം കഴിച്ചതിനെക്കുറിച്ച് സുരേഷ് ഗോപി തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. തീർത്തും അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു സുരേഷ് ഗോപിയുടെയും രാധികയുടെയും. അച്ഛൻ ഗോപിനാഥൻ പിള്ളയും അമ്മ വി ജ്ഞാനലക്ഷ്മിയും ചേർന്നാണ് നടി ആറന്മുള പൊന്നമ്മയുടെ പേരക്കുട്ടിയായ രാധികയെ സുരേഷ് ഗോപിക്ക് വിവാഹം ആലോചിച്ചത്. വിവാഹ നിശ്ചയം കഴിഞ്ഞതിന് ശേഷമാണ് സുരേഷ് ഗോപിയും രാധികയും നേരിൽ കാണുന്നത് തന്നെ. സംഗീതത്തെ നെഞ്ചിലേറ്റിയ രാധിക എന്ന 13 വയസ്സുകാരിയെ MG രാധാകൃഷ്ണൻ പറയാതെ വയ്യ പറയാതിരിക്കാനും വയ്യ എന്ന മലയാള സിനിമയിലൂടെ ചലച്ചിത്ര പിന്നണി രംഗത്തേക്ക് കൈപിടിച്ചു കയറ്റി. അതിനുശേഷം പാട്ടിന്റെ ലോകം തന്നെയാണ് രാധിക തെരഞ്ഞെടുത്തത്. എന്നാൽ എല്ലാവരും രാധികയെ അറിഞ്ഞു തുടങ്ങുമ്പോഴേക്കും അവർ സിനിമയിലെ സൂപ്പർ സ്റ്റാറായ സുരേഷ് ഗോപിയുടെ വധുവാകാൻ പോകുന്നു എന്ന വാർത്ത സംഗീത പ്രേമികളെ ഞെട്ടിച്ചു. വീട്ടുകാർ തമ്മിൽ പറഞ്ഞുറപ്പിച്ച വിവാഹത്തിന് രാധിക സമ്മതം മൂളുകയായിരുന്നു. പിന്നീട് തന്റെ പുതിയ ചിത്രത്തിലെ പാട്ട് ആരാധകർ കേട്ടു തുടങ്ങിയ ദിവസത്തിന്റെ 3-ാം ദിവസം രാധിക സുരേഷ് ഗോപിയുടെ ജീവിതത്തിലേക്ക് പടി കടന്നു വന്നു. ശേഷം തങ്ങളുടെ കുടുംബജീവിതത്തിൽ ഒരു സെലിബ്രിറ്റി മതി എന്ന ഉദ്ദേശത്തോടെ രാധിക തന്റെ സംഗീതത്തെ മാറ്റിവെച്ചു എന്നാണ് വിവരം. അടുത്തിടെ ഷാജി കൈലാസിന്റെ മകൻ ജഗൻ സംവിധാനം ചെയ്യുന്ന ആദ്യ സിനിമയ്ക്ക് വേണ്ടി രാധിക പാടിയിരുന്നു. കുടുംബ സൗഹൃദമാണ് ചിത്രത്തിലേക്ക് എത്തിച്ചതെന്നും ആനയാണ് എല്ലാത്തിനും പിന്നിലെന്നും രാധിക സുരേഷ് ഗോപി പറഞ്ഞിരുന്നു. കുടുംബ സൗഹൃദമാണ് ചിത്രത്തിലേക്ക് എത്തിച്ചതെന്നും ആനയാണ് എല്ലാത്തിനും പിന്നിലെന്നും രാധിക സുരേഷ് ഗോപി പറഞ്ഞിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് MG രാധാകൃഷ്ണൻ സാറിന്റെ മ്യൂസിക്കലിൽ പാടിയിട്ടുണ്ട്. പിന്നെ ലോങ് ഗ്യാപ്പായി. ഉണ്ണിയാണ് പാട്ട് പാടാമോ എന്ന് ചോദിച്ചത്. ചിത്രയാണ് ഇതിന്റെ എല്ലാം പുറകിൽ. വലിയ സന്തോഷമുണ്ടെന്നും രാധിക പറഞ്ഞിരുന്നു. സുരേഷ് ഗോപിക്ക് വേണ്ടി നിരവധി സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ ഒരുക്കിയ സംവിധായകനാണ് ഷാജി കൈലാസ്. മനു മഞ്ജിത്തിന്റെ വരികൾക്ക് രഞ്ജൻ രാജനാണ് സംഗീതം ഒരുക്കിയിരിക്കുന്നത്. സിജു വിൽസനും രഞ്ജു പണിക്കറും മുഖ്യവേഷത്തിൽ എത്തുന്ന ചിത്രത്തിന് ഇനിയും പേരിട്ടിട്ടില്ല. സംഗീതവും കലയുമൊക്കെ ഒരേപോലെ നിറഞ്ഞ ഒരു കുടുംബമാണ് സുരേഷ് ഗോപിയുടേത്. കലയെ ഒരുപാട് സ്നേഹിക്കുന്ന കലാകാരന്മാർ നിരവധിയുള്ള ഒരു കുടുംബത്തിൽ നിന്ന് തന്നെയായിരുന്നു രാധികയുടെയും ജന്മം. മലയാള സിനിമയുടെ മുത്തശ്ശി എന്ന് വിളിക്കാവുന്ന ആറന്മുള പൊന്നമ്മയുടെ കൊച്ചുമകൻ കൂടിയാണ് രാധിക. അഭിനയവും സംഗീതവും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന കുടുംബത്തിൽ മനോഹരമായ ഒരു കുട്ടിക്കാലമായിരുന്നു രാധികയ്ക്ക് ലഭിച്ചിരുന്നത്.
സംഗീതത്തിൽ അഭിരുചിയുള്ള രാധികയെ MG രാധാകൃഷ്ണൻ എന്ന സംഗീതജ്ഞൻ പിന്നണി ഗാനരംഗത്തേക്ക് കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുവന്നു. 1985 പുറത്തിറങ്ങിയ പറയാനും വയ്യ പറയാതിരിക്കാനും വയ്യ എന്ന ചിത്രത്തിൽ അങ്ങേക്കുന്ന് ഇങ്ങേക്കുന്ന് ആനവരമ്പത്ത് എന്ന ഗാനം MG ശ്രീകുമാറിനൊപ്പം പാടിക്കൊണ്ടായിരുന്നു പിന്നണി ഗാനരംഗത്തേക്ക് രാധിക ആദ്യമായി അരങ്ങേറ്റം നടത്തുന്നത്. 1989 റിലീസ് ചെയ്ത അഗ്നിപ്രവേശനം എന്ന ചിത്രത്തിൽ രാധിക പാടിയ ഗാനത്തിന് പ്രേക്ഷകരുടെ ഇടയിൽ നിന്നും മികച്ച സ്വീകാര്യത ലഭിച്ചിരുന്നു. പലപ്പോഴും തന്റെ ഭാര്യയെക്കുറിച്ചും സുരേഷ് ഗോപി വാചാലനാകാറുണ്ട്. അച്ഛൻ ഗോപിനാഥൻ പിള്ളയും അമ്മ വി ജ്ഞാനലക്ഷ്മിയും ചേർന്നാണ് രാധികയെ സുരേഷ് ഗോപിക്ക് വിവാഹം ആലോചിച്ചത്. വിവാഹ നിശ്ചയം കഴിഞ്ഞതിന് ശേഷമാണ് സുരേഷ് ഗോപിയും രാധികയും നേരിൽ കാണുന്നത് തന്നെ. 1990 ഫെബ്രുവരി 8-നായിരുന്നു ഇവരുടെ വിവാഹം. ഗോകുൽ സുരേഷ്, ഭാഗ്യ സുരേഷ്, ഭാവന സുരേഷ്, മാധവ് സുരേഷ് എന്നിവരാണ് ദമ്പതിമാരുടെ മക്കൾ. 1989 നവംബർ 18-ാം തീയതി എന്റെ അച്ഛൻ എന്നെ ഫോൺ വിളിച്ചു. അന്ന് ഞാൻ കൊടൈക്കനാലിൽ ഒരുക്കം എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിലാണ്. ഫോണിൽ അച്ഛൻ പറഞ്ഞത് ഇങ്ങനെ ഞങ്ങൾ കണ്ടു, ഞങ്ങൾക്ക് ഞങ്ങളുടെ മരുമകളായി ഈ പെൺകുട്ടി മതി, നിനക്ക് നിന്റെ ഭാര്യയായി ഈ പെൺകുട്ടി മതിയോ എന്ന് നീ വന്ന് കണ്ട് തീരുമാനിക്കണം. ഇത് കേട്ട് ഞാൻ അച്ഛനോട് പറഞ്ഞു, നമുക്ക് വീട്ടിലേക്ക് വേണ്ടത് ഒരു മകളാണ്. കാരണം നിങ്ങൾക്ക് 4 കൊമ്പന്മാരാണ്, ഞങ്ങൾ 4 സഹോദരന്മാരാണ്, പെൺകുട്ടികളില്ല. ആദ്യമായി കുടുംബത്തിലേക്ക് വലതുകാൽ വെച്ച് കയറുന്നത് ഒരു മകളാകണമെങ്കിൽ നിങ്ങളുടെ നിശ്ചയത്തിനാണ് ഞാൻ മതിപ്പ് കൽപ്പിക്കേണ്ടത്. എനിക്ക് പെണ്ണ് കാണണ്ട, ഞാൻ കെട്ടിക്കോളാം എന്നാണ് രാധികയുടെ സെലക്ഷനെ കുറിച്ച് ആദ്യം പറയുന്നത്. ഇതൊക്കെ കഴിഞ്ഞ് രാധികയെ ഞാൻ കാണുന്നത് ഡിസംബർ 3-ാം തീയതിയും. അതിനു മുമ്പ് ഞങ്ങളുടെ വിവാഹ നിശ്ചയം നടന്നിരുന്നു എന്നും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു. ഭാഗ്യ, ഭാവനി, ഗോകുൽ, മാധവ് എന്നിങ്ങനെ 4 മക്കളാണ് രാധികയ്ക്കും സുരേഷ് ഗോപിക്കുമുള്ളത്. ലക്ഷ്മി എന്നൊരു മകൾ കൂടി രണ്ടാൾക്കും ഉണ്ടായിരുന്നു. എന്നാൽ ഒരു അപകടത്തിൽ ലക്ഷ്മി മരണപ്പെടുകയായിരുന്നു. ആ അപകടത്തിൽ രാധികയ്ക്കും സാരമായി പരിക്കേറ്റിരുന്നു. ഇതേക്കുറിച്ച് മകൻ മാധവ് സുരേഷ് പറഞ്ഞതും വലിയ ചർച്ചയായിരുന്നു. ലക്ഷ്മി ചേച്ചി മരണപ്പെട്ട ആ അപകടത്തിൽ അമ്മയ്ക്കും സീരിയസ് ആയ മുറിവ് പറ്റിയിരുന്നു. അമ്മയുടെ തുടയലിന് ഗുരുതരമായി പരിക്ക് പറ്റി. ഇഞ്ചുറി ഉണ്ടാകുന്ന സമയത്ത് ഈ എല്ലിന്റെ ഉള്ളിൽ ഉള്ള ഒരു ഫ്ലൂയിഡ് ഉണ്ട്, അത് ലീക്കായി. അങ്ങനെ വളരെ സീരിയസ് ആയിരുന്നു ഏറെക്കാലം അമ്മ. അന്നുണ്ടായ ആ വിഷമത്തിൽ അമ്മയുടെ മുട്ട് ഭയങ്കര പ്രോബ്ലം ആയിട്ടിരിക്കുകയാണ്. റീപ്ലേസ്മെന്റ് ചെയ്യണോ എന്ന കാര്യത്തിൽ മാത്രം ഡോക്ടർ എന്താണ് പറയുന്നതെന്ന് നോക്കണം. ഇന്നും അമ്മ വിഷയങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. അന്ന് മാനസികമായി ഉണ്ടായ ആഘാതം പോലെയായിരുന്നു ശാരീരികമായി ഏൽക്കേണ്ടി വന്ന പരിക്കുകൾ എന്നാണ് ഗോകുൽ പറഞ്ഞിരുന്നത്. കൊല്ലത്ത് വെച്ചുണ്ടായ അപകടത്തിലാണ് സംഭവം. ഷിബിൻ ഫ്രാൻസിസിന്റെ തിരക്കഥയിൽ മാത്യു തോമസ് സംവിധാനം ചെയ്യുന്ന ഒറ്റക്കൊമ്പൻ എന്ന സുരേഷ് ഗോപി നായകനാവുന്ന സിനിമ ചിത്രീകരണം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലനാണ് നിർമ്മാണം. ഇതിനിടെ ചില സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടായതോടെ ചിത്രീകരണം അനിശ്ചിതമായി നീണ്ടുപോയിരുന്നു. ഇതിനിടയിൽ തെരഞ്ഞെടുപ്പും പിന്നീട് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയുമായി. ഈ സാഹചര്യങ്ങളെ അതിജീവിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ ഒറ്റക്കൊമ്പൻ ചിത്രീകരണം ആരംഭിച്ചത്. 1 മാസത്തോളം ആദ്യ ഷെഡ്യൂൾ നീണ്ടു നിന്നു. പിന്നീട് ചിത്രീകരണം ആരംഭിച്ചത് ഏപ്രിൽ 21-നായിരുന്നു. 2.5 മാസത്തോളം നീളുന്ന 2ാം ഘട്ട ചിത്രീകരണം പാല, തൊടുപുഴ ഭാഗങ്ങളെ കേന്ദ്രീകരിച്ചാണ് പുരോഗമിച്ചത്. പാലയാണ് ചിത്രത്തിന്റെ പ്രധാന പശ്ചാത്തലം. 2ാം ഷെഡ്യൂൾ ആരംഭിച്ചതിനു ശേഷം പാലാ നഗരത്തിൽ ഈ സിനിമയുടെ ചിത്രീകരണം എത്തുന്നത് മെയ് 18-നായിരുന്നു. അതും പ്രസിദ്ധ പാല കുരിശുപള്ളിക്ക് മുന്നിൽ പൊതുനിരത്തിൽ സുരേഷ് ഗോപിയും മാർക്കോ വില്ലൻ കബീർ ദുഹാൻ സിംഗും തമ്മിലുള്ള സംഘടനം. ഈ രംഗം ചിത്രീകരിക്കുമ്പോൾ സംവിധായകൻ മാത്യു തോമസ് ഒരുമിച്ചത് തനിക്ക് പ്രചോദനം തന്ന ചങ്ങനാശ്ശേരി മാർക്കറ്റിലെ സംഘടനത്തിന്റെ യഥാർത്ഥ ശില്പിയായ ഭദ്രൻ എന്ന സംവിധായകനെയാണ്. അദ്ദേഹത്തിന്റെ വീടും പാലയാണ്. ഈ ലൊക്കേഷനോട് ഏറെ അടുത്തുമായിരുന്നു എന്നാണ് പറഞ്ഞത്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.